തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ ഷിനിയെ എയർ പിസ്റ്റൾ കൊണ്ട് വെടിവെച്ച കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടറുടെ പരാതിയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസ് പീഡന കേസെടുത്തു. കേസ് കൊല്ലം സിറ്റി പോലീസിന് കൈമാറുമെന്നാണ് സൂചന. ഇരുവരും കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് സൗഹൃദം തുടങ്ങിയതെന്നും അവിടെ വെച്ചാണ് പീഡനം നടന്നത് എന്നുമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണിത്. ഷിനിക്ക് വെടിയേറ്റതറിഞ്ഞ് മാലിദ്വീപിൽ ജോലി ചെയ്തിരുന്ന സുജിത്ത് തിരുവനന്തപുരത്തെത്തിയിരുന്നു. ഡോക്ടറും സുജിത്തും തമ്മിലെ അടുപ്പത്തിന്റെ തെളിവ് ശേഖരിക്കാൻ ഇരുവരുടെയും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സുജിത്തിനെ കാണാൻ ഡോക്ടർ മാലിദ്വീപിൽ പോയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബലം പ്രയോഗിച്ചാണ് ലൈംഗിക പീഡനം നടത്തിയതെന്ന ഡോക്ടറുടെ മൊഴിയിലാണ് പോലീസ് കേസെടുത്തത്. തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാലാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു. കേസിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്ത് തെളിവുകൾ കണ്ടെത്താനാണ് പോലീസിന്റെ തീരുമാനം. അതായത് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവും ജയിലിൽ പോകേണ്ടി വരും. ഷിനിയുടെ ഭർത്താവ് സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചുവെന്നും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഡോക്ടർ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് സുജിത്തിനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തത്. 2021 പാരിപ്പള്ളിയിലും കൊല്ലത്തും വെച്ച് ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചുവെന്നാണ് ചോദ്യം ചെയ്യലിനിടെ വനിതാ ഡോക്ടർ പോലീസിനോട് പറഞ്ഞത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തുടർന്ന് സുജിത്ത് മാലിദ്വീപിലേക്ക് കടന്നു കളഞ്ഞുവെന്നും വനിതാ ഡോക്ടറുടെ മൊഴിയിലുണ്ട്. ഇക്കാലയളവിൽ വനിതാ ഡോക്ടറും സുജിത്തും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. സുജിത്തുമായുള്ള സൗഹൃദം ഇല്ലാതായതിന്റെ പകയും നിരാശയുമാണ് ഷിനിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണം. വനിതാ ഡോക്ടർ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ PRO ആയിരുന്ന സുജിത്തുമായി പരിചയപ്പെടുന്നത്. സൗഹൃദം നടിച്ചെത്തിയാണ് സുജിത്ത് ബലപ്രയോഗത്തിലൂടെ പീഡനത്തിനിരയാക്കിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. സൗഹൃദം തുടർന്ന് പലതവണ ചൂഷണം ചെയ്തതായും പരാതിയുണ്ട്. പിന്നീട് സുജിത്ത് സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ ജോലി നേടി മാലിദ്വീപിലേക്ക് പോയി. പലതവണ സുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയാണ് ഇയാൾ മറ്റൊരിടത്തേക്ക് കടന്നതെന്നും ഡോക്ടർ സംശയിച്ചു. ഇതിലുള്ള വൈരാഗ്യത്തിലാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഡോക്ടർ ആക്രമിച്ചത്. ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ലാതിരുന്നയാളെ ലൈംഗികമായി പീഡിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്സംഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സുജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.